നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആശ്വാസകിരണം സാമ്പത്തിക സഹായം കുടിശ്ശിക തീർത്ത് നൽകുക, 2018 മുതലുള്ള അപേക്ഷകൾ പരിഗണിച്ച് ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിവാർ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ആലപ്പുഴ സക്രിയ ബസാർ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. അസറ്റ് സംസ്ഥാന കൺവീനർ വൈ ഇർഷാദ് വാർഷികാഘോഷ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. MUI ട്രസ്റ്റ് ചെയർമാൻ ഹസൻ കുഞ്ഞ് ചടങ്ങിൽ അധ്യക്ഷനായി. പ്രഗത്ഭ പക്കമേളം കലാകാരനും കലാരംഗത്തെ നിറസാന്നിധ്യവുമായ ആർ ഗോപിനാഥ പ്രഭുവിന്റെ 75ാം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലയജ്യോതി പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ആധാരം എഴുത്ത് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഈ മാസം 8-ന് പാതിരാപ്പള്ളിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രതിഷേധിച്ചും കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചും CITU അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചിസരാം പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KT മാത്യു സ്മാരക കായിക പുരസ്കാര വിതരണവും KT മാത്യു അനുസ്മരണ സമ്മേളനവും നടത്തി. KT മാത്യു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് സാഹിത്യകാരൻ S ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. ആശ്വാസകിരണം സാമ്പത്തിക സഹായം കുടിശ്ശിക തീർത്ത് നൽകുക, 2018 മുതലുള്ള അപേക്ഷകൾ പരിഗണിച്ച് ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിവാർ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ശ്രദ്ധ ക്ഷണിക്കൽ ധർണ സംഘടിപ്പിച്ചത്. ആശ്വാസകിരണം സാമ്പത്തിക സഹായം കുടിശ്ശിക തീർത്ത് നൽകുക, 2018 മുതലുള്ള അപേക്ഷകൾ പരിഗണിച്ച് ധനസഹായം നൽകുക, സാമൂഹ്യക്ഷേമ പെൻഷനുള്ള വരുമാനം ഒഴിവാക്കി ആനുകൂല്യങ്ങൾ നൽകുക, ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ 25% വർദ്ധിപ്പിച്ച് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിവാർ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ പരിവാർ കേരള സംസ്ഥാന പ്രസിഡന്റ് TT രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം തന്നെയാണ് നമ്മുടെ ഈ സമരം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വളരെ വർഷങ്ങളായി നമുക്ക് അവകാശപ്പെട്ടതും നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള അവകാശാനുകൂല്യങ്ങൾ സംബന്ധിച്ച് സർക്കാരിന്റെ സമീപനത്തിൽ ഒട്ടനവധി പ്രയാസങ്ങൾ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ അനുഭവിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായൊരു കാര്യം ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ സ്വയമേവ ജീവിക്കാൻ പറ്റാത്ത ഭൗതിക ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന 4 വിഭാഗം ഭിന്നശേഷിക്കാരുടെ സംരക്ഷകരായി മാറുന്ന അമ്മമാർക്ക് ലഭ്യമായി കൊണ്ടിരുന്ന ആശ്വാസകിരണം വെറും 600. പരിവാർ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. പരിവാർ ആലപ്പുഴ ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് സാലി, TK ശ്രീകുമാർ, മധു കാവുങ്കൽ, അജിത് കൃപ എന്നിവർ സംസാരിച്ചു. പരിവാർ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുനിൽ ദാസ് സ്വാഗതവും ട്രഷറർ സജിത നന്ദിയും പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും സാധാരണ വിദ്യാലയത്തിലെ ജീവനക്കാരെക്കാൾ 25% വേതനം വർദ്ധിപ്പിച്ച് നൽകുക, ഉൾച്ചേരൽ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുക, ബഡ്സ് BRC സ്കൂളുകളിൽ നിയമപ്രകാരം RCI അംഗീകാരമുള്ള അധ്യാപകരെ നിയമിക്കുക തുടങ്ങി മറ്റ് നിരവധി ആവശ്യങ്ങളും ശ്രദ്ധ ക്ഷണിക്കൽ ധർണയിൽ ഉന്നയിച്ചു. ആലപ്പുഴ സക്രിയ ബസാർ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. അസറ്റ് സംസ്ഥാന കൺവീനർ വൈ ഇർഷാദ് വാർഷികാഘോഷ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. MUI ട്രസ്റ്റ് ചെയർമാൻ ഹസൻ കുഞ്ഞ് ചടങ്ങിൽ അധ്യക്ഷനായി. ആലപ്പുഴ സക്രിയ ബസാർ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കച്ചി മെമ്മൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് അസറ്റ് സംസ്ഥാന കൺവീനർ വൈ ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴതല്ല, ഇപ്പൊ അൺഫിൽറ്റേർഡ് ആണ്, ഒന്നും ഫിൽറ്റർ ചെയ്യാനില്ല. ആളുകൾക്ക് നമ്മൾക്കൊന്നും അരിപ്പയില്ലാത്ത തരത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വാർത്ത കേൾക്കാൻ നമ്മൾ കണ്ണും ചെവിയും ഒക്കെ പിഴുതു മാറ്റാൻ നമുക്ക് തോന്നുമാറ് ഗുരുതരമായ വാർത്തകൾ, കെട്ട വാർത്തകൾ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെ നമുക്ക് നന്മയെക്കുറിച്ച് കുറച്ച് കൂടുതൽ പ്രഘോഷിപ്പിക്കാം, അത് നമുക്ക് അവരെ കേൾപ്പിക്കാം എന്നാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മളുടെ ഹാപ്പിനെസ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം.
എവിടുന്നാണ് നമ്മളെന്തിനാണ് കുട്ടികളെ ഇങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നത്? കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായി അവർക്ക് നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ആത്യന്തികമായി എന്തിനാണ് എന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് നമുക്ക് എന്തിനാണ് ആനന്ദമാണ് ആത്യന്തികമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹാപ്പി MUI ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഹസൻ കുഞ്ഞ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വടതല ഇബ്രാഹിം കുട്ടി മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ കെ സുജാതാമ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ E അയ്യൂബ്, മർക്കസ് മസ്ജിദ് ഇമാം അബ്ദുൽ അസീസ് മൗലവി, സ്കൂൾ ലീഡർ കുമാരി A ആലിയ മോൾ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ് ചടങ്ങിന് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി N തൻസില മോൾ നന്ദിയും പറഞ്ഞു. പൊതുസമ്മേളനത്തെ തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. പ്രഗത്ഭ പക്കമേളം കലാകാരനും കലാരംഗത്തെ നിറസാന്നിധ്യവുമായ R ഗോപിനാഥ പ്രഭുവിന്റെ 75ാം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലയജ്യോതി പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ്, നെയ്യാറ്റിൻകര വാസുദേവൻ, V ദക്ഷിണാമൂർത്തി, MG രാധാകൃഷ്ണൻ, ഡോക്ടർ ഓമനക്കുട്ടി തുടങ്ങി പ്രഗത്ഭരോടൊപ്പം പക്കമേളം വായിക്കുകയും കഴിഞ്ഞ 65 വർഷക്കാലമായി ആലപ്പുഴയുടെ അഭിമാനമായി കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന R ഗോപിനാഥ പ്രഭുവിന്റെ 75ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴയിലെ കലാകാരന്മാരും അഭ്യുദയകാംക്ഷികളും ചേർന്ന് R ഗോപിനാഥ പ്രഭുവിന് ലയജ്യോതി പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 8-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ആലപ്പുഴ SDV ബസന്റ് ഹാളിൽ വെച്ചാണ് പുരസ്കാര സമർപ്പണം നടക്കുന്നത്. പ്രശസ്ത വയലിൻ വിദ്വാൻ ശ്രീ നെടുമങ്ങാട് ശിവാനന്ദൻ അധ്യക്ഷം വഹിക്കുന്ന യോഗത്തില് മൃദംഗ വിദ്വാനും വളരെ സംഗീതശാസ്ത്ര പണ്ഡിതനുമായ ശ്രീ പാറശാല രവി, മുൻ സ്വാതിരുന്നാൾ സംഗീത കോളേജ് പ്രിൻസിപ്പൽ, അദ്ദേഹമാണ് പുരസ്കാര സമർപ്പണം നടത്തുന്നത്. അതിന് തൊട്ടു മുൻപായി സദ്ഗുരു ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം ആലപ്പുഴയിലെ ഒട്ടുമിക്ക സംഗീതം ചെയ്ത് വാദ്യകലാകാരന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു നിറഞ്ഞ സദസ്സിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗാനാർച്ചനയായി സമർപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ സംഗീത മേഖലയിലെ ശ്രീ പ്രശസ്ത വയലിൻ വിദ്വാൻ തിരുവിഴ ശിവാനന്ദൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രതിനിധികളായി സമൂഹത്തിന്റെ ബഹുമാനം. ഈ മാസം 8 ഉച്ചയ്ക്ക് 3 മണി മുതൽ ആലപ്പുഴ SDV ബസന്റ് ഹാളിൽ വെച്ച് സദ്ഗുരു ത്യാഗരാജ പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് പുരസ്കാരദാന ചടങ്ങുകൾക്ക് സമാരംഭം കുറിക്കുന്നത്. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ തിരുവനന്തപുരം സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പാറശാല രവി ഗോപിനാഥ പ്രഭുവിന് പുരസ്കാരം സമർപ്പിക്കും. പുരസ്കാര സമർപ്പണത്തെ തുടർന്ന് ഘടം വിദ്വാൻ വാഴപ്പള്ളി കൃഷ്ണകുമാർ നയിക്കുന്ന മോദം മോഹനഘട നാദം എന്ന വാദ്യപരിപാടിയും നടക്കുമെന്ന് സംഘാടക ഭാരവാഹികളായ ഹരികുമാർ വാലേത്ത്, R വിധു, മധു തോട്ടമഠം, ആലപ്പുഴ രാധാകൃഷ്ണൻ, അശോകൻ ആര്യാട് എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആധാരമെഴുത്ത് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഈ മാസം 8-ന് പാതിരപ്പള്ളിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആധാരമെഴുത്ത് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഈ മാസം 8-ന് പാതിരപ്പള്ളി ഏഞ്ചൽ കിങ് ഓഡിറ്റോറിയത്തിലെ പുത്തനമ്പലം രാമചന്ദ്രൻ നായർ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അത് ഫെബ്രുവരി 8-ാം തീയതി ശനിയാഴ്ച മാരാരിക്കുളം യൂണിറ്റിൽ വെച്ച്, അത് നമ്മുടെ പാതിരപ്പള്ളി ഏഞ്ചൽ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. ബഹുമാന്യനായ ആലപ്പുഴ MLA ആണത് ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ ഞങ്ങളൊരു ചികിത്സാ സഹായത്തിൻ്റെ നിർവ്വഹകാര്യം ചെയ്യുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റാണ് മുഖ്യ പ്രഭാഷണം. ബാക്കി നോട്ടീസിൽ ബാക്കി ഡീറ്റെയിൽസ് ചേർത്തിട്ടുണ്ട്. അതോരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ 50 വർഷത്തോളമായി, ഏകദേശം 49ാമത്തെ വർഷമാണ് ഞങ്ങളുടെ സംഘടന രൂപീകരിച്ചിട്ട്. ഈ 49 വർഷമായിട്ട് ഞങ്ങളുടെ തൊഴിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഘടന രൂപീകൃതമായതും ഇന്നും ഈ തൊഴിലിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ സംഘടനാ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ജനക്ഷേമപരമായ ഒത്തിരി കാര്യങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PT ജോൺ പെരുമ്പള്ളിയിലിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന കൺവെൻഷൻ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചികിത്സാ സഹായ വിതരണം ചെയ്യും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ മുഖ്യപ്രഭാഷണം നടത്തും. DCC വൈസ് പ്രസിഡന്റ് KV മേഘനാഥൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ, BJP ജില്ലാ സെക്രട്ടറി G വിനോദ് കുമാർ എന്നിവരും സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും കൺവെൻഷനിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PT ജോൺ പെരുമ്പള്ളിയിൽ, ജില്ലാ സെക്രട്ടറി വിജേഷ് കുമാർ, V വൃന്ദാമണി, ലതേഷ് രാധൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു.
കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രതിഷേധിച്ചും കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചും CITU അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CITU അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. നേരത്തെ വണ്ടാനത്ത് നിന്നാരംഭിച്ച പ്രകടനം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷനിൽ അവസാനിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം CITU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആ ബഡ്ജറ്റിന്റെ ഏത് ഭാഗം നോക്കിയാലും കാണാൻ കഴിയുന്ന പ്രത്യേകത രാജ്യത്തെ സമ്പന്ന വർഗത്തിന് രാജ്യത്തിന്റെ പൊതുമുതൽ കൊള്ളയടിക്കാൻ കൂടുതൽ സൗകര്യമുണ്ടാക്കാൻ പറ്റുന്ന ഭാഗത്തിൽ പുതിയ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ബഡ്ജറ്റിന്റെ ഭാഗമായി കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നികുതി ഘടനയിൽ വന്ന വ്യത്യാസം രാജ്യത്തെ സമ്പന്നന്മാർ കൊടുക്കുന്ന ആദായ നികുതിയിലെ വ്യത്യാസം മാത്രമാണ്. നാട്ടെ സാധാരണപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്ന ഏതെങ്കിലും നികുതി സഹായം, ഒരു ഇളവ് ഒരു തരത്തിലും പ്രഖ്യാപിക്കാൻ അവർക്കായിട്ടില്ല. ഇപ്പോഴും പൊതുവാസ്തികൾ വിൽപ്പനയ്ക്ക് വയ്ക്കാൻ നയം തീരുമാനിച്ച് ഈ ബഡ്ജറ്റിലും ഇത്ര ലക്ഷം കോടി രൂപയുടെ ഇതിന്റെ വിൽപ്പനയിലൂടെ കരസ്ഥമാക്കാൻ കഴിയുന്ന മാർഗമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലൂടെ കാണിക്കുന്നത്. ഇവിടെ രണ്ട് സഹാക്കളും പറഞ്ഞ പോലെ CITU ഏരിയ പ്രസിഡന്റ് VK ബൈജു പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി C. ഷാംജി, CPIM നീർക്കുന്നം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D. ദിലീഷ് എന്നിവർ സംസാരിച്ചു. CITU ഏരിയ സെക്രട്ടറി J. ജയകുമാർ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. KT മാത്യു സ്മാരക കായിക പുരസ്കാര വിതരണവും KT മാത്യു അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. KT മാത്യു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് സാഹിത്യകാരൻ S. ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ചടങ്ങിൽ അധ്യക്ഷനായി. SFI കേന്ദ്ര കമ്മിറ്റി അംഗവും DYFI സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന KT മാത്യുവിന്റെ സ്മരണയ്ക്കായി KT മാത്യു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ KT മാത്യു സ്മാരക സംസ്ഥാനതല കായിക പുരസ്കാരം ഇന്ത്യൻ സൂപ്പർ ലീഗ് താരം മുഹമ്മദ് അർഷാഫിന് സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ S. ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വളരെ ബഹുമാനത്തോടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടന്നവരെ കാണുന്നത്. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം സമൂഹത്തിൽ ഇത്രയധികം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം വേറെയില്ല. ബാക്കി ആരും ഇത്രയും ഓഡിറ്റ് ചെയ്യപ്പെടാറില്ല. എഴുത്തുകാരെ ഒന്നും ആരും ഓഡിറ്റ് ചെയ്യാറില്ല. എഴുത്തുകാർക്ക് എന്തും പറയാം. അതിന്റെ ചില കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണുന്നുണ്ട്. ആരും ചോദിക്കാറില്ല. പക്ഷെ അതുപോലെയല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അവസ്ഥ. രാഷ്ട്രീയ പ്രവർത്തകൻ എപ്പോഴും സമൂഹം നിരന്തരം രാഷ്ട്രീയ പ്രവർത്തകരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങോട്ട് പോകുന്നു, അവരെന്ത് പറയുന്നു എന്നെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷമം പിടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പ്രവർത്തനം അഭിമാനകരമാണെന്ന് ഞാൻ പറയുന്നു. ഒരു സാധാരണ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് പ്രവർത്തിക്കുന്ന പോലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുമ്പോഴും എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സൗമ്യമായ പ്രവർത്തനം, ജനാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് വെച്ച ആളാണ് മാത്യു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ചടങ്ങിൽ അധ്യക്ഷനായി. മുഹമ്മദ് അർഷാഫിനായി പിതാവ് K. അബ്ബാസ്, മാതാവായ AK സുബൈദ, സഹോദരൻ AK നൌഫൽ എന്നിവർ ചേർന്ന് S. ഹരീഷിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതായിരുന്നു പുരസ്കാരം. മുൻ MPയും CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് AM ആരിഫ്, PP ചിത്തരഞ്ജൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മനു C. പുളിക്കൻ, അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി R. രാഹുൽ, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, മാരാരിക്കുളം ഏരിയ സെക്രട്ടറിയുടെ ചുമതലയുള്ള J. ജയലാൽ, DYFI ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ, പ്രസിഡന്റ് സുരേഷ് കുമാർ, SFI ജില്ലാ സെക്രട്ടറി M. ശിവപ്രസാദ്, ലോയേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് G. പ്രിയദർശൻ തമ്പി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം TS താഹ, CPIM ആലിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TG റജി, കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സന്തോഷ് കുമാർ, M. സുനിൽകുമാർ, ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MM. അനസലി, ലോയേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കോടതി യൂണിറ്റ് സെക്രട്ടറി P. പ്രമൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. റിയാസ് ചടങ്ങിന് സ്വാഗതവും TR. രാജേഷ് നന്ദിയും പറഞ്ഞു.
KT മാത്യുവിന്റെ മാതാവ്, മറ്റ് ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകരായിരുന്നവർ, സുഹൃത്തുക്കളടക്കം സദസ്സിലും സന്നിഹിതരായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശ്വാസകിരണം സാമ്പത്തിക സഹായം കുടിശ്ശിക തീർത്ത് നൽകുക, 2018 മുതലുള്ള അപേക്ഷകൾ പരിഗണിച്ച് ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിവാർ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ആലപ്പുഴ സെക്രിയ ബസാർ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. അസറ്റ് സംസ്ഥാന കൺവീനർ Y ഇർഷാദ് വാർഷികാഘോഷ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. MUI ട്രസ്റ്റ് ചെയർമാൻ ഹസൻ കുഞ്ഞ് ചടങ്ങിൽ അധ്യക്ഷനായി. പ്രഗത്ഭ പക്കമേളം കലാകാരനും കലാരംഗത്തെ നിറസാന്നിധ്യവുമായ R ഗോപിനാഥ പ്രഭുവിന്റെ 75ാം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലയജ്യോതി പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ആധാരം എഴുത്ത് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഈ മാസം 8-ന് പാതിരാപ്പള്ളിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രതിഷേധിച്ചും കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചും CITU അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KT മാത്യു സ്മാരക കായിക പുരസ്കാര വിതരണവും KT മാത്യു അനുസ്മരണ സമ്മേളനവും നടത്തി. KT മാത്യു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് സാഹിത്യകാരൻ S ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.